السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ശ്രോതാക്കൾ, നാം ഇന്ന് ഈദ് ആഘോഷിക്കുകയാണ്. സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം വിളിച്ചറിയിച്ചുകൊണ്ടാണ് നാം ചെറിയ പെരുന്നാൾ ആഘോഷിക്കുക. ഈ ധന്യ മുഹൂർത്തത്തിൽ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും ശ്രോതാക്കൾക്കും ഈദ് ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅ്മാൽ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ആഘോഷങ്ങളാണ് നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. രണ്ടിന്റെ പിന്നിലും ത്യാഗത്തിന്റെ ചരിത്രമാണുള്ളത്. ഒരു മാസക്കാലം കഠിനമായ വ്രതത്തിലേർപ്പെട്ടതിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് നാം ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ബലിപെരുന്നാളിന്റെ പിന്നിലും ത്യാഗം തന്നെയാണുള്ളത്. അതുപോലെ തന്നെ ഈ രണ്ട് ആരാധനകളും, രണ്ട് മഹത്തായ ആരാധനകൾക്ക് അതിൻ്റെ പര്യവസാനം കുറിച്ചുകൊണ്ടാണ്. നോമ്പ് എന്ന ആരാധനയുടെ പര്യവസാനമായി കൊണ്ട് ചെറിയ പെരുന്നാളും, ഹജ്ജ് എന്നതിൻ്റെ പര്യവസാനമായി കൊണ്ട് ബലിപെരുന്നാളും, അഥവാ നമ്മുടെ ആഘോഷങ്ങൾക്ക് ആരാധനയുടെ ചുവയുണ്ട്, ബന്ധമുണ്ട് എന്നതാണ് ഈ ആഘോഷങ്ങളെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അതുപോലെ തന്നെ ഈ സന്തോഷത്തിന്റെ നാളുകളിൽ നാം ഈദ്ഗാഹുകളിലേക്ക് പുറപ്പെടുമ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടാവേണ്ടുന്ന അല്ലെങ്കിൽ ഉള്ള ചിന്ത, അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കഴിഞ്ഞ നാളുകളിലെ പ്രവർത്തനങ്ങൾ ഖബൂൽ ചെയ്തിട്ടുണ്ടാകുമോ എന്നതാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഈദ്ഗാഹുകളിൽ വെച്ചുകൊണ്ട് നടത്തുന്ന ഉത്ബോധനത്തിൽ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, അയ്യുഹന്നാസ് സുംതും സലാസീന യൗമൻ.
വഖുംതും സലാസീന ലൈലതൻ വഖറജ്തും അൽയൗം തത്ലുബൂന മിനല്ലാഹി അൻ യതഖബ്ബല മിൻകും മാ കാൻ. സഹോദരങ്ങളെ, നാം 30 ദിവസം നോമ്പനുഷ്ഠിച്ചു. അതുപോലെ തന്നെ നാം 30 ദിനരാത്രങ്ങൾ ഖിയാമുൽ ലൈൽ രാത്രി നമസ്കാരം നിർവഹിച്ചു. ഇപ്പോഴിതാ അള്ളാഹുവിന്റെ അടുക്കലേക്ക് നാം വിനയാന്വിതരായി പോവുകയാണ്. പടച്ചവനെ, ഞങ്ങൾ ചെയ്തിട്ടുള്ള ആ ആരാധനാ കർമ്മങ്ങൾ നീ സ്വീകരിക്കണമേ, കബൂൽ ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം പുറപ്പെടുന്നത്. നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യുക എന്നുള്ളത് ഒരു മഹത്തായ കാര്യമാണ്. അതില്ല എങ്കിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. പ്രവർത്തനങ്ങൾ പഴച്ചുപോയി സ്വീകരിക്കപ്പെടാതെ പോകുന്ന അവസ്ഥയിൽ എത്തിപ്പെടും എന്ന് ഖുർആൻ ആ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആദം സന്തതികൾ ഹാബീലും ഖാബീലും ഖുർബാന സമർപ്പിച്ച് നമുക്കറിയാം. ഒരാളുടേത് സ്വീകരിച്ചു, അപരന്റേത് സ്വീകരിച്ചില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയം നിർമ്മിച്ച സമയത്ത് സ്ഥലം കാണിച്ചു കൊടുത്തത്, നിർദ്ദേശിച്ചു കൊടുത്തത് അള്ളയാണ്. കൂടെയുള്ളത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. സ്വന്തം സഹായത്തിനുള്ളത് മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയുമാണ്. എന്നിട്ട് കൂടി അള്ളാഹു കാണിച്ചു തന്നിട്ടുള്ള ആ സ്ഥലത്ത് പണിയെടുപ്പിച്ചിട്ട് ആ കഅബാലയം അത് കഴിഞ്ഞതിന് ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നുള്ള പ്രാർത്ഥന അത് ഖബൂലിയത്താവണമേ എന്നാണ്. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا. ഇത് ഈ ചരിത്രങ്ങളിൽ നിന്ന്, ഖുർആൻ പറഞ്ഞു തരുന്ന ഈ സംഭവങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിൽ നിന്നും ഉയരേണ്ടുന്ന ചിന്ത, പടച്ചവനെ, ഞങ്ങളുടെ കഴിഞ്ഞ നാളുകൾ നീ കബൂൽ ചെയ്യണമേ എന്ന പ്രാർത്ഥനയാണ്. അതിന്റെ ഭാരിച്ച ആ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണമേ എന്നതാണ് നമ്മുടെ മനസ്സുകളിൽ നിന്നും ഉയർന്നു വരേണ്ടുന്ന പ്രാർത്ഥന. അതുപോലെ തന്നെ കണ്ണീരും പുഞ്ചിരിയുമായി കൊണ്ടാണ് നാം ഈ ഈദിനെ ആഘോഷിക്കുന്നത്. കണ്ണീരുണ്ടാവേണ്ടുന്ന കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ നാളുകളിൽ അനുഗ്രഹിച്ചു നൽകിയിട്ടുള്ള ആ നാളുകളിലെ പ്രതിഫലങ്ങളും പ്രവർത്തനങ്ങളും, അതിനെ അവൻ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുള്ള അതിന്റെ പ്രതിഫലങ്ങളുമെല്ലാം ഞങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണല്ലോ എന്ന വേദനയും കണ്ണീരും നമ്മുടെ മനസ്സുകളിലുണ്ട്. അതോടൊപ്പം തന്നെ ആ നാളുകളിൽ ആത്മീയമായി വളർച്ച നേടാൻ, എനിക്ക് വിശ്വാസപരമായി ഉന്നതിയിലെത്താൻ, എന്റെ സൃഷ്ടാവുമായി ഏറ്റവും കൂടുതൽ അടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു എന്ന സന്തോഷവുമുണ്ട്. ഈ രണ്ട് വികാരങ്ങൾ മിശ്രിതമായി കൊണ്ടാണ് നാം ഈദ് ആഘോഷിക്കുവാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇത് രണ്ടും നിലനിർത്തുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങിയിട്ടുള്ള ആ വിശുദ്ധ മാസത്തിൽ നിന്ന് ഞാൻ വിട പറഞ്ഞല്ലോ എന്ന വേദനയുണ്ടാവുന്നതോടൊപ്പം ഞാൻ സ്വീകരിച്ചിട്ടുള്ള, ആർജിച്ചെടുത്തിട്ടുള്ള ആ ആത്മീയത എന്റെ ജീവിതത്തിൽ തണലും തുണയുമാകേണ്ടതുണ്ട് എന്ന ബോധം നമ്മളിൽ എപ്പോഴും നിഴലിച്ചു നിൽക്കേണ്ടതുണ്ട്. ഈ ആരാധനയുടെ ലക്ഷ്യമായി ഖുർആൻ പറഞ്ഞത് വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ എന്നതാണ്. നാം നോറ്റ നോമ്പുകളെ കുറിച്ച് വലിതുക്മിലുൽ ഇദ്ദ, നിങ്ങൾ ആ എണ്ണം പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഹിദായത്തിലാക്കിയതിന് ശുക്ർ ചെയ്യുവാൻ വേണ്ടിയിട്ടുമാണ്. അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്ത തക്ബീറുകൾ മുഴക്കിക്കൊണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിച്ചത്. നാം അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ്, അവന് വേണ്ടി നമ്മൾ തക്ബീർ ചെല്ലുകയാണ്. എന്നിട്ട് അവസാനം വലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദി ചെയ്യുന്നവരാകുവാൻ വേണ്ടി ഇത് അവശേഷിച്ചു നിൽക്കുന്നു. ഇതിനി ഈ വർഷങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിലൂടെ കാണേണ്ടതാണ്. ഒന്നാമത് പറഞ്ഞ ദിവസം നമ്മൾ പൂർത്തീകരിച്ചു, തക്ബീറുകൾ നമ്മൾ മുഴക്കി. അവസാനം പറഞ്ഞ ലഅല്ലകും തശ്കുറൂൻ അവശേഷിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അവശേഷിച്ച് നിൽക്കണം. ഞാൻ നന്ദിയുള്ളവരാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളുടെ പറുദീസയിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കേണ്ടതുണ്ട് എന്ന ആ നന്ദി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തീവ്ര പരിശ്രമത്തിന്റെ നാളുകൾക്ക് ശേഷം നാം തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന സന്ദേശമാണ് ഈ ചെറിയ പെരുന്നാൾ നമ്മിലേക്ക്, നമ്മുടെ മനസ്സുകളോട് സംസാരിക്കുന്നത്. കഠിനമായ പരിശ്രമത്തിന്റെ പരിസമാപ്തിയിലാണ് നാം ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത്. സത്യവിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും മാറ്റും മഹത്വവും വർദ്ധിച്ചിട്ടുള്ള നാളുകളായിരുന്നു കഴിഞ്ഞ നാളുകൾ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, അളവറ്റ അനുഗ്രഹങ്ങൾ നമ്മെ തേടിയെത്തിയിട്ടുണ്ട്. അവന്റെ സച്ചരിതരായ മാലാഖമാരുടെ പ്രാർത്ഥനകൾ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പൈശാചികതക്കെതിരെ നമ്മുടെ മനസ്സുകളിൽ വൻ മതിലുകൾ, വൻ കോട്ടകൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ നേടിയതാണ്. ഈ പറഞ്ഞതൊക്കെ ഈ വിശുദ്ധ റമളാനിലേക്ക് കടന്നു വന്നപ്പോ കഴിഞ്ഞ നാടുകളെക്കാൾ പ്രത്യേകമായി കൊണ്ട് നാം ജോലി തിരക്കുകളിലോ ബിസിനസ്സുകളിലോ കാര്യങ്ങളിലോ ഒക്കെ ആയിരുന്നാലും ജമാഅത്തുകൾ മുടങ്ങാതിരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചു. ആ പള്ളികളിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഒരുങ്ങി. നമ്മുടെ വസ്ത്രം ധരിക്കുമ്പോൾ, നമ്മുടെ ഷർട്ട് ധരിക്കുമ്പോൾ അതിലെന്തോ ഉണ്ടോ എന്ന് നമ്മളൊന്ന് തപ്പി നോക്കി. ഇല്ലെങ്കിൽ നമ്മുടെ പേഴ്സുകളിൽ നിന്ന്, മേശകളിൽ നിന്ന് എന്തെങ്കിലും ഒന്നെടുത്ത് കീശയിലേക്ക് ഇട്ടു. കാരണം അവിടെ ഏതെങ്കിലും കളക്ഷനുകൾ ഉണ്ടാകും. ആസാമിൽ നിന്ന്, ബീഹാറിൽ നിന്ന്, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പാവപ്പെട്ടവർ, കഷ്ടപ്പെട്ടവർ, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള കളക്ഷൻ ഉണ്ടാകും. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കീശയിൽ വേണം. നമ്മളത് കീശയിൽ ഒരുക്കി വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ടവരെ പരിഗണിക്കുവാൻ, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ, രാത്രി നമസ്കാരം ഉറക്കമളിച്ചുകൊണ്ട് നിർവഹിക്കുവാൻ, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുവാൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നാം മുൻഗണന നൽകി. ഇവയെല്ലാം നമ്മൾ പ്രാവർത്തികമാക്കി. അപ്പോ കഴിഞ്ഞ നാളുകൾ എന്ന് പറയുന്നത് നാം കൃത്യമായിട്ടും ഒരു പരിശീലന കളരിയിലായിരുന്നു. ട്രെയിനിങ് പൂർത്തിയാക്കി ഇറങ്ങുകയാണ് നമ്മൾ. ഒരു മാസക്കാലത്തെ ട്രെയിനിങ് പൂർത്തിയാക്കിയിട്ട് ഇറങ്ങുകയാണ്. ഒരു വിശ്വാസി, ഒരു വിശ്വാസിനി എങ്ങനെയാവണം എന്ന് മനസ്സാ വാചാ കർമ്മണ നമ്മൾ ഓരോരുത്തരും പരിശീലിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പരിശീലിച്ചത് ഒരു സീസണിലേക്കുള്ളതല്ല എന്ന് നാം മനസ്സിലാക്കുക. ഒരു സീസണിലേക്കുള്ളതല്ല. റമളാൻ എന്നതൊരു സീസൺ അല്ല. ആ സീസണിൽ നാം ആർജിച്ചെടുത്തിട്ടുള്ള ഈ പറഞ്ഞ ഒരുപാട് ഗുണങ്ങൾ എന്റെ ജീവിതത്തിൽ വെളിച്ചവും തെളിച്ചവും മാർഗദർശനവുമായി കൊണ്ട് എന്റെ മുന്നിലുണ്ടാവണം എന്നതാണ് ഈ പെരുന്നാൾ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈദ് എന്നാൽ മടക്കം എന്നാണ് അതിന്റെ ഒരർത്ഥം. ഫിത്തർ എന്ന് പറഞ്ഞാൽ പരിസമാപ്തി എന്നാണ്, ശുദ്ധ പ്രകൃതി എന്നൊരർത്ഥവുമുണ്ട്. ഫിത്തർ എന്ന് പറയുന്നത് ശുദ്ധ പ്രകൃതി എന്ന് പറയാം. അപ്പൊ ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ ശുദ്ധ പ്രകൃതിയിലേക്കുള്ള മടക്കം എന്ന് നമുക്ക് അതിനെ വായിക്കാവുന്നതാണ്. അങ്ങനെ ഒരു വിശ്വാസിയുടെ ശുദ്ധ പ്രകൃതിയിലേക്ക് മടങ്ങുന്നു. അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ തൂതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിയെ വിശേഷിപ്പിച്ച ആ വചനം പോലെ. അതിന്റെയൊക്കെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. റമളാൻ നമ്മെ വിട്ടുപിരിയുന്നു. എന്നാൽ റമളാൻ മാത്രമേ നമ്മെ വിട്ടുപിരിയുന്നുള്ളൂ. ആ റമളാനിലും നമ്മെ കൂടെയുണ്ടായിരുന്ന റബ്ബ് നമ്മോടൊപ്പമുണ്ട്. റമളാനിന് ശേഷവും ആ റബ്ബ് നമ്മോടൊപ്പമുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിങ്ങളുടെ പടച്ച തമ്പുരാൻ നിങ്ങളോടൊപ്പം പതിസ്ഥാനത്ത് തന്നെയുണ്ടെന്ന ഓർമ്മ. വരും നാളുകളിലെ പൈശാചികതകൾ നിറഞ്ഞ, തിന്മകൾ നിറഞ്ഞ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഇറങ്ങുമ്പോ നമ്മുടെ മനസ്സുകളിൽ എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട് എന്ന ഓർമ്മ ഉണ്ടാകണം. ആ റബ്ബിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്, മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അഹബ്ബല്ലാഹു ലിഖാഅഹു, അള്ളാഹു അവനെയും കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. വമൻ അബ്ഗള ലിഖാ അല്ലാഹ് വമൻ കരിഹ ലിഖാ അല്ലാഹ്,
അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ആരെങ്കിലും വെറുക്കുകയാണ് എങ്കിൽ അള്ളാഹുവും ആ കണ്ടുമുട്ടലിനെ, അഭിമുഖത്തെ വെറുക്കുന്നു. അള്ളാഹുവിനെ എനിക്ക് കണ്ടുമുട്ടണം. എപ്പോഴായിരുന്നാലും ഏതവസ്ഥയിലായിരുന്നാലും ഈ പരിശുദ്ധിയോടുകൂടി എന്റെ ജീവിതം നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയണം എന്ന ഓർമ്മ നമ്മളിൽ ഉണ്ടാവുക. ഈ റമളാൻ കഴിയുന്നതോടുകൂടി എല്ലാം സലാം ചൊല്ലി പിരിയുന്ന അവസ്ഥയുണ്ടാകരുത്, കൂടൊഴിയുന്ന ഒരു അവസ്ഥയാകരുത്. അതുവരെ നിറഞ്ഞു തുളുമ്പിയിരുന്ന പള്ളികളിലെ സഫുകൾ ചുരുങ്ങിപ്പോകാൻ പാടില്ല. അതുവരെ നമ്മൾ നൽകിയിരുന്ന സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ അത് ശോഷിച്ചു പോകുവാൻ പാടില്ല. അതുവരെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നമ്മുടെ സംസാരത്തിലും പ്രവർത്തനങ്ങളിലുമുള്ള ക്രമീകരണങ്ങളും ശ്രദ്ധയും അതൊരിക്കലും ഇല്ലാതെയായി പോകാൻ പാടില്ല. ഇതെല്ലാം തന്നെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. കൂട്ടിൽ നിന്ന് പുറത്തു ചാടിയ ഒരു ഹിംസ്ര ജന്തുവല്ല മുസ്ലിം എന്ന് പറയുന്നത്. റമളാൻ കഴിയുമ്പോ കൂട്ടിലടക്കപ്പെട്ടിരുന്ന ഒരു ഹിംസ്ര ജന്തു കൂട് തുറന്ന് പുറത്തേക്ക് വിടുന്നത് പോലെയുള്ള ഒരു അവസ്ഥയല്ല നമുക്കുണ്ടാകേണ്ടത്. അതല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടിട്ടുള്ള ഒരു ജയിൽവാസിയെ അവനെ പുറത്തേക്ക് വിടുന്നത് പോലെയുള്ള ഇനി ഞാൻ സർവതന്ത്ര സ്വതന്ത്രനാണ് എന്ന രൂപത്തിലുള്ള ചിന്തയുമല്ല വേണ്ടത്. മറിച്ച് ഈ നാം പറഞ്ഞ രൂപത്തിൽ ഞാനൊരു വിശ്വാസിയായി തിളങ്ങുന്ന, സ്ഫടിക സമാനം തിളങ്ങുന്ന വിശ്വാസിയാണ്. അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കണം എന്നതാണ് നാം ആലോചിക്കേണ്ടത്. ഒരു മഹാസൗധമുണ്ടാക്കാൻ വളരെ വലിയ പണിയാണ്, അധ്വാനമാണ്. ഒരുപാട് കാശ് ചെലവുണ്ട്, ഒരുപാട് മെറ്റീരിയൽ വേണം, ഒരുപാട് തൊഴിലാളികൾ വേണം. ഇങ്ങനെയാണ് വലിയ ഒരു സൗധം ഉണ്ടാക്കുക. എന്നാൽ ആ ഉണ്ടാക്കിയ സൗധം അത് തകർക്കണമെങ്കിൽ ഒരു ഡൈനാമിറ്റ് മതി. നമ്മുടെ കയ്യിലുള്ള ഒരു റിമോട്ട് കൊണ്ട് ഒരു ഡൈനാമിറ്റ് പ്രവർത്തിപ്പിച്ചാൽ നാം മാസങ്ങളോ വർഷങ്ങളോ എടുത്ത് പണിതുയർത്തിയിട്ടുള്ള ആ സൗധം, ആ കെട്ടിടം തകർന്നു വീഴും എന്നതുപോലെ ഒരു മാസക്കാലം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നാം നേടിയെടുത്തിട്ടുള്ള ഈ പരിശുദ്ധി നിമിഷ നേരങ്ങളെ കൊണ്ട് തകർക്കാൻ ഒരാൾ വിചാരിച്ചാൽ അതിന് സാധ്യമാകുന്നതേയുള്ളൂ. അതിന് നാം ആരും തന്നെ ഇടവരുത്താൻ പാടില്ല. തക്ബീറിന്റെ മധ്വധ്വനികൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മുടെ ചുണ്ടുകളിൽ നിന്ന്, പള്ളി മിനാരങ്ങളിൽ നിന്ന്, വിശ്വാസികളുടെ മനസ്സുകളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ശബ്ദം ഇന്ന് ഈ തക്ബീറിന്റെ ധ്വനികളാണ്. അത് ചുണ്ടുകൾ കൊണ്ട് മാത്രമാകാതെ മനസ്സുകൊണ്ട് ആ തക്ബീറുകൾ ചൊല്ലാൻ നമുക്ക് കഴിയണം. മനസ്സിലേക്ക് ആ തക്ബീർ ഇറങ്ങാൻ കഴിയണം. പടച്ചവനെ, നീയാണ് എന്റെ ജീവിതത്തിൽ വലിയത്, എല്ലാറ്റിനേലും വലുത് നിനക്കാണ്. ഞാൻ ഏത് അവസ്ഥയിലായിരുന്നാലും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് വിളിയാളമുയരുമ്പോ പടച്ചവനെ, നീയാണ് എനിക്ക് വലിയത്. അതുപോലെ തന്നെ ഓരോ ഇസ്ലാമികമായ ജീവിതത്തിന്റെ രംഗങ്ങളിലും നീയാണ് റബ്ബേ. എനിക്ക് മാതാപിതാക്കളുണ്ട്, ഭാര്യ മക്കളുണ്ട്, എന്റെ ബിസിനസ് ഉണ്ട്, എന്റെ തൊഴിലുണ്ട്, എല്ലാം തന്നെ ഉണ്ടായാലും അല്ലാഹു അക്ബർ, പടച്ചവനെ നീയാകുന്നു ഏറ്റവും വലിയവൻ എന്ന ആ ചിന്ത നമ്മുടെ മനസ്സിലൊക്കെ നിറഞ്ഞു നിൽക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള അവസ്ഥകളിലൂടെ തന്നെ മുന്നോട്ട് പോകുമ്പോ നമുക്ക് ഈ പെരുന്നാൾ എന്ന് പറയുന്നത് സാഹോദര്യത്തിന്റെ, സമത്വത്തിന്റെ ഒരു സന്ദേശവും കൂടി ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മളൊരു ബഹുസ്വര സമൂഹത്തിലാണ് ജീവിക്കുന്നത്, ഒരു മതേതര രാജ്യത്താണ് ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ മാത്രമല്ല, മറ്റൊരുപാട് ജനവിഭാഗങ്ങളുണ്ട്, മതവിഭാഗങ്ങളുണ്ട്, വ്യത്യസ്ത ആരാധനാ രീതികളുണ്ട്, സംസ്കാരങ്ങളുണ്ട്. അവർക്കെല്ലാവർക്കും ഒരു കൊടക്കീഴിൽ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഭാരതം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത്. അത് അതേ രൂപത്തിൽ തന്നെ നിലനിന്നിരുന്നു. എന്നാൽ ഇടക്കാലത്ത് അല്പ നാളുകളായി, വർഷങ്ങളായി അതിൽ നിന്നുള്ള ഒരു പുറകോട്ടടി ഇവിടെ പലതിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും ഇന്ത്യക്കൊരു നയമുണ്ടായിരുന്നു, ചേരിചേരാ നയം എന്ന് പറയുന്ന നയം. എന്ന് പറഞ്ഞാൽ ആരുടെ പക്ഷത്തും നിൽക്കാതിരിക്കുക എന്നതല്ല, സത്യത്തിന്റെ പക്ഷത്ത്, നീതിയുടെ പക്ഷത്ത് നിൽക്കുക എന്നതായിരുന്നു ചേരിചേരാ നയം എന്ന് പറയുന്നത്. അത് നെഹ്റുവിന്റെ കാലം തൊട്ട് ഇങ്ങോട്ട് തുടർച്ചയായ ആളുകൾ അതെല്ലാം പാലിച്ചുകൊണ്ട് പോന്നു എങ്കിൽ ഇന്ന് അതിന് വിപരീതമായ രീതികളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇവിടെ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ രംഗത്തിറങ്ങിയപ്പോ അതിന്റെ പേരിൽ ശബ്ദമുണ്ടാക്കാൻ, കോലാഹലമുണ്ടാക്കാൻ ആവിഷ്കാര
സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അതിൽ പലതും വെട്ടിമാറ്റണം എന്ന് പറയാൻ ആളുകൾ ഉണ്ടായിട്ടില്ല. ഇനി എവിടെയെങ്കിലും ഉണ്ടായാൽ അത് മുഖവിലക്കെടുക്കാൻ ഭരണകൂടങ്ങൾ തയ്യാറായിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസായിട്ടുള്ള എമ്പുരാൻ എന്ന് പറയുന്ന ആ സിനിമയിൽ കഴിഞ്ഞ കാലത്ത് നടന്നിട്ടുള്ള ചരിത്രത്തെ കൃത്യമായി സത്യസന്ധമായി ആവിഷ്കരിച്ചപ്പോ ഭരണകൂടങ്ങൾ അടക്കം അതിനെ വെട്ടിമാറ്റുവാൻ വേണ്ടി, സെൻസർ ചെയ്യുവാൻ വേണ്ടി രംഗത്ത് വരികയും അതിൽ അഭിനയിച്ചിട്ടുള്ള ആളുകൾ വരെ ജനങ്ങളോട് മാപ്പ് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വരികയും ചെയ്തു. എങ്കിൽ ഇവിടെ തിളച്ചുമറിയുന്നത് മതസാഹോദര്യമല്ല, മറിച്ച് പക്ഷപാതിത്വത്തിന്റെ രാഷ്ട്രീയവും ഭരണകൂടങ്ങളും ഭരണകൂടത്തിന്റെ ഭീകരതകളുമാണ് നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെയെല്ലാമാണെങ്കിലും നാം ചെയ്യേണ്ടത് വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ നാം അകലുകയോ അകറ്റുകയോ അല്ല വേണ്ടത്. ജനാധിപത്യത്തെ മുറുകെ പിടിക്കുകയാണ് വേണ്ടത്. മതേതരത്വത്തിന്റെ കൂട്ട് ആവശ്യപ്പെടുകയാണ് വേണ്ടത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും മുസ്ലിം സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കാൻ പാർലമെന്റുകളിലും അസംബ്ലികളിലും ഒരുപാട് ആളുകളുണ്ട് എന്നത് നമുക്ക് സന്തോഷം പകരുന്ന കാര്യമാണ്. മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ തന്നെ ഒരുപാട് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെയുള്ളവരെ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് അവതാരകന്മാരെ ഈ ചെയ്തികളെ, ഈ രാജ്യത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള അക്രമങ്ങളെയും അനീതികളെയും എല്ലാം എതിർക്കുന്ന ആളുകളെയും കാണാവുന്നതാണ്. അതാണ് ജനാധിപത്യത്തിന്റെ വിജയം, അതാണ് മതേതരത്വത്തിന്റെ വിജയം. അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകന്മാരായ ആളുകളും അതുപോലെയുള്ള സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ജനകീയ കൂട്ടായ്മകളാണ് ഇവിടെ ഉണ്ടാക്കേണ്ടത്. ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം, ഇവിടെയുള്ള മനുഷ്യരെല്ലാവരും ഇവിടെ ബന്ധുക്കളാണ് എന്ന് പറയുന്ന ആശയം. ഭൂമി മാതാ പുത്രോ പ്രതിവ്യ, ഭൂമിയാകുന്ന മാതാവിന്റെ മക്കളാണ് ഭൂമിയിൽ പിറന്നിട്ടുള്ള ഇവിടെ ജീവിക്കുന്ന ആളുകളൊക്കെയും എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മടങ്ങാനും ആ രൂപത്തിൽ ചിന്തിക്കുവാനും ചിന്തിപ്പിക്കുവാനും കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നാം മാറേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ആഘോഷമാണ്, പെരുന്നാൾ ആഘോഷമാണ്. രണ്ടാഘോഷങ്ങളിൽ ഒന്ന് ചെറിയ പെരുന്നാളാണ്. എന്നാൽ ആഘോഷം സൂക്ഷ്മതയോടുകൂടിയാവണം. ഇന്ന് ആഘോഷ നാളുകളിലാണ് സർവ്വവിധ നെറികേടുകളും നാം കാണുന്നത്. ഇന്നലെ വരെ നാം ആരാധനകളെ ആഘോഷമാക്കിയതാണ്. ഇന്നലെ വരെ നാം ആരാധനകളെ ആഘോഷമാക്കിയതാണ്. നമസ്കാരത്തെ, ഖുർആൻ പാരായണത്തെ, ദാനധർമ്മത്തെ, ദിക്റുകളെ, സ്വലാത്തുകളെ, ഇതിനെയെല്ലാം നാം ആരാധനകളാക്കി മാറ്റി. ഇന്ന് നാം ആഘോഷത്തെ ആരാധനയാക്കുന്നു. പെരുന്നാൾ എന്നത് ആഘോഷമാണ്, അതിനെ ആരാധനയാക്കുകയാണ്. നമ്മുടെ ഈ രൂപത്തിലുള്ള ഇതിന്റെ വിനിയോഗത്തിലൂടെ ഈ ആഘോഷം ആരാധനയാണ്. അഥവാ ഇസ്ലാമിലെ ആരാധന ആഘോഷമായി മാറണം, ആഘോഷം ആരാധനയായി മാറണം. ഞാൻ നേരത്തെ പറഞ്ഞ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ ആ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന്റെ വികാരം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായാൽ ഇങ്ങനെയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. മദ്യത്തിന്റെയും വ്യഭിചാരത്തിന്റെയും അതുപോലെയുള്ള കൂട്ടുകെട്ടുകളിലേക്കും നീങ്ങാതെ ആഘോഷത്തെ മാന്യമായ രൂപത്തിൽ ഇസ്ലാമികമായ സംസ്കാരത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുക. ജീവിതത്തെ ഒരു വെല്ലുവിളിയായി നമ്മുടെ മുമ്പിൽ നമ്മൾ കാണേണ്ടതുണ്ട്. ആ വെല്ലുവിളിയെ തരണം ചെയ്യുവാനുള്ള ഈമാനിന്റെ തഖ്വയുടെ പടച്ചട്ടകൾ നാം അണിയേണ്ടതുണ്ട്. ആ പടച്ചട്ടകളെ ഏത് പൈശാചികതകൾ അതിന്റെ നേരെ വന്നാൽ തടുത്തു നിർത്തുവാൻ ഈമാനിന്റെ തഖ്വയുടെ പടച്ചട്ടകൾക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്, ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, ലഹരിയുടെ താണ്ഡവമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ സർവവ്യാപിയായി കൊണ്ടിരിക്കുന്നത്. കണി കണ്ടുണരുന്നത് മിൽമ മാത്രമല്ല, നട്ടുച്ചക്കും നട്ടപ്പാതിരാക്കും യഥേഷ്ടം കിട്ടുന്ന വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ന് മദ്യവും മയക്കുമരുന്നുകളുമാണ്. സർക്കാരുകളുടെ പോളിസി തന്നെ മദ്യ ലഭ്യത ഉറപ്പുവരുത്തുക എന്ന അവസ്ഥയിലേക്കായി മാറിയിട്ടുണ്ട്. ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ പോലും മദ്യം ലഭിക്കുവാനുള്ള പോർട്ടലുകളാണ് പലപ്പോഴും നമ്മുടെ ഭരണാധികാരികൾ സ്വീകരിച്ചിട്ടുള്ളത്.
ഇങ്ങനെ മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും മായാ വലയത്തിൽ അകപ്പെട്ടു പോയിരിക്കുന്നു ആളുകൾ. പണം കിട്ടുമെങ്കിൽ എന്ത് നെറികേടും കാണിക്കാൻ ആളുകൾക്കൊരു മടിയുമില്ല. കൊലപ്പെടുത്താനാണെങ്കിൽ അങ്ങനെ, അതുപോലെ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കാണെങ്കിൽ അങ്ങനെ, എന്തും ഞാൻ ചെയ്യാം, എനിക്ക് പണം കിട്ടിയാൽ മതി എന്ന ഒരു അവസ്ഥയിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട്. സർക്കാരുകളുടെയും അതുപോലെ നിയമങ്ങളുടെയും നിയമപാലകരുടെയും എല്ലാം പോരായ്മകൾ നിമിത്തം അതിന്റെ ദുരന്തം ഇന്ന് സമൂഹമാകമാനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും പീഡനങ്ങളും അതിന്റെ നാരായ വേര് എന്താണെന്ന് പരിശോധിച്ചാൽ അതിന്റെ എല്ലാം അടിസ്ഥാനം ലഹരിയാണ്, മദ്യമാണ്, മയക്കുമരുന്നുകളാണ് എന്നത് എല്ലാ പഠനങ്ങളും തെളിയിക്കുന്ന കാര്യമാണ്. അതുപോലെ മാതാപിതാക്കൾക്ക് പോലും രക്ഷയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. 85 വയസ്സുള്ള രോഗിയായ ഒരു മാതാവിന്, 85 വയസ്സുണ്ട്, രോഗിയാണ്, അങ്ങനെയുള്ള ഒരു മാതാവിനെ ഒരു മദ്യപാനി പീഡനത്തിനിരയാക്കിയതാണ് നമ്മുടെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിൽ നാം കാണുന്നത്. മനുഷ്യൻ മൃഗമാകുന്ന കാലഘട്ടം, മദ്യത്തിലൂടെ മയക്കുമരുന്നുകളിലൂടെ നടക്കുന്നത് അതാണ്. അതുകൊണ്ട് നാം കാര്യമായും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും വലയത്തിലേക്ക് നമ്മുടെ കൗമാരവും യുവത്വവും പ്രവേശിച്ചു പോകുന്നുണ്ടോ എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. നമ്മുടെ ഈ മയക്കുമരുന്നുകൾക്കെതിരെ രാജ്യത്തുള്ള പൊതുബോധം ഉണരേണ്ടതുണ്ട്. ജീവിതമാണ് ലഹരി, ജീവിക്കണം എന്നതാണ് എൻ്റെ ആവശ്യം എന്ന അവസ്ഥയിലേക്ക് സമൂഹത്തെ കൈപ്പിടിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. സമൂഹത്തിന് സർവനാശം സംഭവിക്കുന്നതിന് മുമ്പ് എല്ലാ ആളുകളും ജാതി മതഭേദമന്യേ എല്ലാവരും ഈ വിഷയത്തിൽ ഒന്നിച്ചേ മതിയാവൂ. അതുകൊണ്ട് ആ മേഖല നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നമ്മളും മറ്റുള്ളവരുടെ കൂടെ എത്രമാത്രം സഹകരിക്കാൻ കഴിയുമോ ആ രൂപത്തിൽ സഹകരിച്ചും നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടതുണ്ട്. ലഹരി ഒരു മുസ്ലിമിന് ഉപയോഗിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, അത് എത്ര കുറച്ചായിരുന്നാൽ പോലും ആ ലഹരി ഉപയോഗിക്കാൻ പാടില്ലെന്നു മാത്രമല്ല, ലഹരി വിളമ്പുന്ന ഒരു സദസ്സാണെങ്കിൽ അങ്ങനെയുള്ള ആഘോഷങ്ങൾക്ക്, വിവാഹാഘോഷങ്ങളാകട്ടെ മറ്റാഘോഷങ്ങളാകട്ടെ, അതിൽ പങ്കെടുക്കാൻ പോലും പാടില്ലെന്ന് പഠിപ്പിച്ചത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഉപയോഗിക്കരുതെന്ന് മാത്രമല്ല, ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങൾ അടുത്തു പോകുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സമുദായത്തിന്റെ അനുയായികളാണ്, വേദനയോടുകൂടി പറയട്ടെ, പിടിക്കപ്പെടുന്ന ആളുകളിൽ പേരിനെങ്കിലും കൂടെയുള്ളത് എന്നതാണ് ശരി. അത് നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. പല പേരുകളും കേൾക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അതിന്റെ പേരിൽ ഒരു സമുദായത്തെ കുറ്റം പറയാൻ കഴിയില്ലെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ആ അവസ്ഥ ഇല്ലായ്മ ചെയ്യാൻ കുടുംബത്തോടൊപ്പം നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നാം സന്തോഷിക്കുന്നു, അവസാനിപ്പിക്കുകയാണ്. നാം സന്തോഷിക്കുന്നുണ്ട്, നാം ആനന്ദിക്കുന്നുണ്ട്, പെരുന്നാൾ ആഘോഷമാക്കി മാറ്റുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹോദരങ്ങളായ ഫലസ്തീനിലെ പിഞ്ചു കുട്ടികളടക്കമുള്ള ജനവിഭാഗം, ആ ജനവിഭാഗം പെരുന്നാൾ ദിവസം പോലും ബോംബ് വർഷത്തിലൂടെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു, നമ്മുടെ ഭാഷയിൽ ഷഹീദായി എന്നാണ് നാം കേൾക്കുന്നത്. ഈ വിശുദ്ധ റമളാൻ മാസത്തിൽ ഇസ്രായേലിന്റെ നരനായാട്ട് അമേരിക്കയുടെ പിന്തുണയോടുകൂടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ലോകത്തുടനീളം പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്തിനറിയാം. UN ഐക്യരാഷ്ട്രസഭ ഈ ഇസ്രായേലിനെതിരെ നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട് എങ്കിലും അദ്ദേഹം കുറ്റവാളിയാണ്, യുദ്ധക്കുറ്റവാളിയാണ് എന്ന് ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും ലോകത്തിലെ മറ്റേതെങ്കിലും രാഷ്ട്രങ്ങൾക്ക് അത് ഏറ്റുപിടിക്കാനോ അത് പ്രാവർത്തികമാക്കുവാനോ സാധിക്കുന്നില്ല. ഇത്രയും ക്രൂരമായ പൈശാചികമായ നടപടികളാണ് അവിടെ. യുദ്ധം നിർത്തുക, വെടിനിർത്തൽ കരാർ നിലവിലുണ്ടായിരിക്കെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കയുടെ പിന്തുണയോടുകൂടി നടന്നിട്ടുള്ളത്.
എന്നാൽ യാഥാർത്ഥ്യം ഞാൻ വിശദീകരിക്കുന്നില്ല. 948 ഐക്യരാഷ്ട്രസഭ ഫലസ്തീനിനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുണ്ട്. 948 ഒരു രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുണ്ട്. അവിടെ അറബി വംശജരായ ആളുകളാണ് ഇന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന ആ സ്ഥലത്ത് പോലും താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ജൂതന്മാർ എന്ന ഒരു വർഗമേ ഉണ്ടായിരുന്നില്ല. ഹിറ്റ്ലർ ജൂതന്മാർക്കെതിരെ ശക്തമായി ക്രൂരമായ നടപടികൾ സ്വീകരിച്ചപ്പോ നാടിന്റെ നാനാഭാഗങ്ങളിലേക്കും ചിതറിപ്പോയ ജൂതന്മാർ അവർ ഫലസ്തീനിലുമെത്തി. ആ ഫലസ്തീനിലെത്തിയപ്പോ സ്നേഹമുള്ള, കാരുണ്യമുള്ള, മനസ്സാക്ഷിയുള്ള അറബ് വംശജരായ മുസ്ലിങ്ങൾ അവർക്കൊന്ന് തലചായ്ക്കാനുള്ള ഇടം നൽകി. ആ ഫലസ്തീനിൽ ഒരു തലചായ്ക്കാനുള്ള ഇടം നൽകി. അവിടെ വന്ന ആളുകൾക്ക് സംരക്ഷണം നൽകി. ഇവിടെ സംരക്ഷണം ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ലോകത്തിന്റെ മുക്കുമൂലകളിലുള്ള ജൂതന്മാരെല്ലാം അവിടേക്ക് കുടിയേറി. പക്ഷേ അവിടെയുള്ള ഫലസ്തീനികൾ അവരെ ആട്ടിയോടിച്ചില്ല. അവർക്ക് പ്രത്യേകമായ ഒരു ഭാഗം തിരിച്ചു കൊടുത്തു. എന്നിട്ട് ഇത്രയും ദയ കാണിച്ച, കാരുണ്യം പ്രകടിപ്പിച്ച ഈ മുസ്ലിം സഹോദരങ്ങളെ നരനായാട്ട് നടത്തുന്നു എന്ന ക്രൂര വിനോദമാണ് അവിടെ ഫലസ്തീനിന് നേരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് ലോകം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിലുള്ള ആയുധം പ്രാർത്ഥനയാണ്. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്. പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദുആ എന്ന് പറയുന്നത് വിശ്വാസികളുടെ കയ്യിലുള്ള ആയുധമാണ്. ആ ആയുധം ഉപയോഗിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുക. കഴിഞ്ഞ നാളുകളിൽ നാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനിയും ആ പ്രാർത്ഥന നിർത്താതെ പടച്ചവൻ നാം അല്ലാഹുവിൽ വിശ്വാസമുള്ളവരാണ്. മരണത്തെ ഭയമില്ലാത്തവരുടെ മുന്നിലേക്ക് വെടിക്കോപ്പുകളോ പടക്കോപ്പുകളോ ആയി വന്നാൽ അവർക്കൊരു പുത്തരിയായ കാര്യമല്ല. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വാസമർപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് പടച്ചവൻ ഒരു വഴി കാണിച്ചു കൊടുക്കും. ആ വഴികളെ കുറിച്ച് അവർ പഠിച്ചിട്ടുണ്ട്. താലൂത്ത് രാജാവിന്റെ കഥയിൽ അവർ പഠിച്ചിട്ടുണ്ട്. ഫിർഔനിന്റെ പടയുടെ മുമ്പിലായി പോയ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അവർ പഠിപ്പിച്ചിട്ടുണ്ട്. മൂസ, നീ ഞങ്ങളെ കൊല്ലാനാണോ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചപ്പോ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മറുപടി മാത്രമാണ് അവരോട് പറഞ്ഞത്. കല്ലാ കല്ലാ ഇന്ന മഅീ റബ്ബീ സയഹ്ദീൻ. എന്റെ കൂടെ റബ്ബുണ്ട്, എന്റെ രക്ഷിതാവുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരുമെന്ന്. ഫലസ്തീനിലുള്ള ആളുകൾ അത് ഉറച്ചു വിശ്വസിക്കുന്നു. അവർ അതിൽ ഊറ്റം കൊള്ളുന്നു. ആ പടക്കോക്കുകൾക്ക് മുമ്പിൽ പതറാതെ അവർ നിൽക്കുന്നു. മാനസികമായി, ആദർശപരമായി അവർക്കുള്ള പിന്തുണകൾ നമ്മുടെ വാക്കുകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ നാം അവർക്ക് നൽകുവാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയെ സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആക്രമിക്കുന്ന ആളുകളെ ലോകത്ത് നിന്ന് തുടച്ചു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാക്കുമാറാകട്ടെ. ഇങ്ങനെയെല്ലാമുള്ള വർത്തമാന സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ അവസരത്തിൽ ഇനിയും നീട്ടി സംസാരിക്കുന്ന ഉചിതമല്ല, അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചെറിയ പെരുന്നാളിന്റെ സന്ദേശം മുഴുവനും ഞാൻ ചുരുക്കി പറഞ്ഞ ഇതിനെ വാചാലമായി മനസ്സിലാക്കാൻ, അതിനെ ജീവിതത്തിലുടനീളം ഉൾക്കൊള്ളാൻ, അത് പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സർവാധിനാഥനായ തമ്പുരാനെ, ഈ ആഘോഷത്തിന്റെ, സന്തോഷത്തിന്റെ ഈ നിമിഷത്തിലും ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ളത്, ഞങ്ങളുടെ ഈ കർമ്മങ്ങളെല്ലാം നീ സ്വീകരിക്കണമേ എന്നാണ്. അതുകൊണ്ട് എളിയവരായ ഞങ്ങളിൽ നിന്ന് ഞങ്ങൾ ചെയ്ത ആ കർമ്മങ്ങളെല്ലാം സർവാധിനാഥനായ കരുണാമയനായ തമ്പുരാനെ നീ കബൂൽ ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ, അതിന്റെ ഭാരിച്ച പ്രതിഫലങ്ങൾ നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ഇസ്തിഗ്ഫാറാണ് നടത്തിയത്. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ തൗബയാണ് ചെയ്തത്. വീണ്ടും ഞങ്ങൾ ചെയ്യുന്നു റബ്ബേ. കാരണം ഞങ്ങളുടെ ജീവിതത്തോട് ഒട്ടി നിൽക്കേണ്ടതാണ് ഇസ്തിഗ്ഫാർ. അതുകൊണ്ട് പടച്ചവരെ, ഈ സന്തോഷത്തിന്റെ നാളിലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഞങ്ങളിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നാഥാ, നീ ഞങ്ങൾക്കെല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ.
അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ അവർ ഞങ്ങളുടെ കണ്ട ദൈവങ്ങൾ എന്ന പ്രയോഗം പോലെയായിരുന്നു. ഞങ്ങളുടെ കണ്ണിന്റെ കൃഷ്ണമണിയാണ് അവർ മരണപ്പെട്ടു പോയവരാണ് എങ്കിൽ പടച്ചവനെ അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അവരുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. സ്വർഗത്തിൽ നിന്നുള്ള ഒരു കവാടം അവരുടെ ഖബറുകളിലേക്ക് നീ തുറന്നു കൊടുക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരെ വൃദ്ധസദനങ്ങളിലാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, അവരെ കഴുത്തറിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നാഥാ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിന്റെ കൃഷ്ണമണി എന്ന് ഞാൻ പറഞ്ഞതുപോലെ ആ മഹത്വത്തോടുകൂടി, ആദരവോടുകൂടി, പ്രാധാന്യത്തോടുകൂടി മാതാപിതാക്കളെ കാണുന്ന ആളുകളുടെ കൂട്ടത്തിൽ, അവരെ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് സമാധാനം വേണം റബ്ബേ. ദുനിയാവിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല, സമാധാനമില്ല എങ്കിൽ സമാധാനം ആദ്യം ഉണ്ടാകേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. നമ്മുടെ വീടിന്റെ അറബിയിലുള്ള പേര് മസ്കൻ എന്നാണ്, സമാധാനമുണ്ടാവുന്ന സ്ഥലമെന്ന്. ആ സമാധാനം പടച്ച റബ്ബേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന, അത് പ്രയോജനപ്പെടുത്തുന്ന അങ്ങനെയുള്ള ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. മദ്യവും മയക്കുമരുന്നും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മഹല്ലുകളെയും എല്ലാം അല്ലാഹുവേ നീ സംരക്ഷിച്ചു നിർത്തണമേ തമ്പുരാനെ. അതിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള തൗഫീഖും മാനസികാവസ്ഥയും ഞങ്ങൾക്കെല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. വിഷമതകൾ അനുഭവിക്കുന്ന ഈ സദസ്സിലേക്കും വരാൻ കഴിയാതെ വീടുകളിൽ വിഷമിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളുണ്ടാകും, രോഗികളായ ആളുകളുണ്ടാകും. ഒരു സ്ത്രീ പ്രത്യേകമായി ദുആ ചെയ്യണം എന്ന് പറഞ്ഞേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ രോഗികളായി കിടക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കെല്ലാം റബ്ബേ നിന്റെ ഭണ്ഡാരം നിറഞ്ഞതാണ്, അത് എടുത്താൽ തീരാത്ത അക്ഷയ കനിയാണ്. അതുകൊണ്ട് നാഥ, നീ അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാം നീ നീക്കിക്കൊടുക്കണമേ തമ്പുരാനെ. കുടുംബപരമായ, ദാമ്പത്യപരമായ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാകും. അല്ലാഹുവേ, അങ്ങനെയുള്ള അവസ്ഥകളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണമേ നാഥ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്താണ് പ്രധാനം. അത് മനസ്സിലാക്കുവാൻ, അത് ഉൾക്കൊള്ളുവാൻ, അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ, ഈ ലോകത്ത് നിന്ന് ഏത് വിധത്തിൽ മരണപ്പെട്ടാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാനുള്ള മഹാഭാഗ്യവും നൽകി സർവാധിനാഥ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാളെ നിന്നെ കണ്ടുമുട്ടുന്ന സമയത്ത്, വിചാരണ നടക്കുന്ന സമയത്ത്, ഞങ്ങളുടെ ഏടുകൾ നൽകുന്ന സമയത്ത്, സിറാത്തിലൂടെ പോകുന്ന സമയത്ത്, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ തൂക്കുന്ന സമയത്ത് നാഥ, അവിടെയെല്ലാം വിജയികളാകുന്ന റയ്യാൻ എന്ന കവാടത്തിലൂടെ നിന്റെ അനുഗ്രഹീതമായ ഫിർദൗസ് എന്ന സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന മഹാ ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم تقبل صيامنا وقيامنا يا أرحم الراحمين. اللهم من المستغفرين ومن عبادك الصالحين. اللهم اغفر لعبادنا لوالدينا يا أرحم الراحمين. اللهم انصر لفلسطين. اللهم انصر المجاهدين في فلسطين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب